നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇപ്പോൾ പ്രാക്ടിക്കലിലോട്ട് കുട്ടികളെല്ലാവരും പ്ലസ് ടു കുട്ടികളെല്ലാം ലോക്കാകുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഫിസിക്സിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കൽസ് ടിപ്സും ട്രിക്സും നമ്മളെല്ലാ പ്രാക്ടിക്കൽസിൻ്റെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഗ്രാഫ് കാൽക്കുലേഷൻ എല്ലാം ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാ പ്രാക്ടിക്കൽസും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ടുപോകണം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടിക്കൽ ചെയ്യാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കണ്ട് നല്ലപോലെ പ്രാക്ടിക്കൽ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലാണ്. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം. അന്നേരം ഇന്നത്തെ വീഡിയോ ഇതാണ്, സിമ്പിൾ പെൻഡുലം. പേര് പോലെയേ ഉള്ളൂ, സിമ്പിളായിട്ട് തോന്നത്തില്ല. കാരണം ഇത് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത് അത്ര എളുപ്പമല്ല. കാരണം ഒരാൾ തന്നെ ആട്ടണം, ഒരാൾ തന്നെ അളവെടുക്കണം, ഒരാൾ തന്നെ സ്റ്റോപ്പ് ക്ലോക്ക് ഓൺ ആക്കണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യുമ്പം അത്ര സിമ്പിൾ അല്ല. സിമ്പിൾ പെൻഡുലം പേര് പോലല്ല. ഇതിനകത്ത് പല കുട്ടികൾക്കും തെറ്റുന്നത്, നമുക്ക് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ലാസ്റ്റ് ഉത്തരം കിട്ടുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് എല്ലാം കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ ചില കുട്ടികൾ അങ്ങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. കാരണം ലെങ്ത് എല്ലാം റെഡിയാക്കണം, ഇത് വീണ്ടും 20 ഓസിലേഷൻ എടുക്കണം, ഇങ്ങനെ ചെയ്യുന്ന പാടാണ്. പിന്നെ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എവിടെയെന്നറിയാമോ? ഇതിൻ്റെ കോളങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യം എൽ ലെങ്ത് ഓഫ് ദി പെൻഡുലം, L-R അല്ലെങ്കിൽ L+R, ടി ടൈം ഫോർ 20 ഓസിലേഷൻ, ടി സ്ക്വയർ. അത് കഴിഞ്ഞൊരു കോളമുണ്ട്, ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോണം. L/T² എന്ന് പറയുന്ന കോളത്തിൻ്റെ മീൻ ഓരോന്ന് ചെയ്യുമ്പോഴും 24-നും 25-നും ഇടയിൽ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 24-നും 25-നും ഇടയിൽ, നിങ്ങൾ മീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ 0.24-നും 0.25-നും ഇടയിൽ ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യുന്ന ജി സ്മോൾ ജി എന്ന് പറയുന്നത് 9.8 കിട്ടും. അത് പക്കയായിരിക്കും. അന്നേരം 24-നും 25-നും ഇടയിൽ L/T², ആ മീൻ കിട്ടുന്ന 3 വാല്യൂ അല്ലെങ്കിൽ 4 വാല്യൂവിൻ്റെ മീൻ കിട്ടുന്നത് 24-നും 25-നും ഇടയിൽ സെൻറ്റിമീറ്റർ കിട്ടിയാൽ, മീറ്ററിൽ എത്രയാണ്? 0.24-നും 0.25-നും ഇടയിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ജി എന്ന് പറയുന്നത് 9.8 കിട്ടും. ശരിയാകും ജി. അതായത് സിമ്പിളാണ്. ടെൻഷൻ ഒഴിവാക്കാം പ്രാക്ടിക്കലിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷം ടെൻഷൻ അടിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ടിപ്സും ട്രിക്സും പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് ഓരോ പ്രാക്ടിക്കലിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസ് ഇട്ടേക്കുക, മാക്സിമം ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിമ്പിൾ പെൻഡുലം എളുപ്പമാണ്. താഴെ എക്സ്പീരിയൻറ്റ് കിടപ്പുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കാം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.